ഇന്ന് നമുക്ക് തിരക്കേറിയൊരു ദിവസമാണ്. ഓണമായിട്ട് നല്ല സമ്മാനമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൂത്താളൊരു പനി കൊണ്ടുവന്ന് ഇളയാൾക്ക് കൊടുത്തു. ഇളയാളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോവാണ്. കുഞ്ഞാപ്പയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. നല്ല പനിയുണ്ടായിരുന്നു, വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓണമൊക്കെ അടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓണപരിപാടിക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യം വരുന്നത് ശരിയല്ലല്ലോ. ഈ ഒരു ഓണമായിട്ട് നമ്മൾ എങ്ങനെ പോകാതിരിക്കും? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. വയലാണിതെല്ലാം. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്പുറത്ത് നല്ല പച്ചപ്പുള്ള വയലുണ്ട്. ഇത് മൊത്തം വെള്ളം കയറി ഇപ്പം. കൂടുതൽ ഇവിടെ പാടവും വയലും ഒക്കെയാണ്. കാഴ്ചയുണ്ട് കേട്ടോ, ഇവിടെ നല്ല കാഴ്ചകളുണ്ട് കാണാൻ. കായലാണ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് മോനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പം മൂത്ത ആളെ സ്കൂളിൽ പിക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറി ചേഞ്ച് ചെയ്തിട്ടാണ് നേരെ ഇവനെ വിളിക്കാൻ സ്കൂളിൽ വന്നത് ഞാൻ. അപ്പം എക്സാം ഉച്ചവരെ ഉള്ളൂ, ക്ലാസ് വൈകുന്നേരം വരെ ഉണ്ട്. പിന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകണം, കാര്യം പനി ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് നേരെ ഗ്രാമസഭ. നമുക്ക് ഗ്രാമസഭ ഉണ്ടായിരുന്നു, നമ്മൾ ഗ്രാമസഭയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. അതും കളയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി. മൂത്തവൻ്റെ ഐ ഡി കാർഡ് ഇട്ടുകൊണ്ട് അടക്കം ഐ ഡി കാർഡ് ഊരി കളഞ്ഞില്ല കേട്ടോ ഇതുവരെ. കഴുത്തിൽ തന്നെ കിടപ്പുണ്ട്. ചെറിയൊരു കുരുത്തക്കേട് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തവൻ ഇരുത്തി.